അത് മിക്സും ഉണ്ട്. ഈ റപ്പൻസല എന്നെല്ലാം പറയുമ്പോൾ ഒരു ഫെമിനൈൻ എനർജി ടൈപ്പിലാണ് വരിക. ഇപ്പോൾ ആർക്കഞ്ചി മിഗായൽ മെയിൽ എനർജിയാണ്, മാസ്കുലിൻ. റാഫേൽ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആയില്ല. മെയിൽ എനർജിയാണ് കൂടുതൽ, ഫെമിനൈൻ എനർജി ഉണ്ട്. ജോഫിയൽ എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയാണ്, അത് ലേഡീസിനെല്ലാം അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ എനർജി. പക്ഷേ എന്നിരുന്നാലും ആര് വിളിച്ചാലും അവർക്ക് അങ്ങനെ ഈഗോ ക്ലാഷ് ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചാലും അവർ വരും. അപ്പോൾ നമസ്കാരം. നമസ്തേ. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിനിൽ ഗൗഡ് സാറാണ്. സാറിൻ്റെ സ്ഥലം തലശ്ശേരി, കണ്ണൂർ അല്ലേ? അപ്പോൾ അത്രയും ദൂരെ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏഞ്ചൽ ഹീലിംഗ് ആണ് ഇന്നത്തെ വിഷയം. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായിട്ട് ഏഞ്ചൽ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് പേർക്ക് ഹീലിംഗ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാർക്കെന്ന് വേണേൽ പറയാം. അപ്പം ഇദ്ദേഹം ഏഞ്ചൽ ഹീലിങ്ങിനോടൊപ്പം തന്നെ റേക്കി മാസ്റ്ററാണ്, ആകാശിക് റെക്കോർഡ്സ്, പിന്നെ PLR പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ജാവനീസ് മാഗ്നറ്റിസം, പിന്നെ ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ് ആസ്ട്രോളജി, വേദിക് ആസ്ട്രോളജി ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ പെൻഡുലം യൂസ് ചെയ്തിട്ടും കാര്യങ്ങൾ നോക്കാറുണ്ട്. അതുകൂടാതെ പിന്നെ ഏതൊക്കെയുണ്ട്? പിന്നെ ഇല്ലതെല്ലാം പഠിപ്പിക്കുന്നതാണ്. പഠിപ്പിക്കുന്ന ഓരോ രീതിയിൽ ഓരോ പഠിപ്പിക്കുന്ന ഇതായിട്ടില്ലാന്ന്, മണി മാഗ്നറ്റ് അങ്ങനെ അതുപോലെ. പക്ഷെ ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്, ഏഞ്ചൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ മനുഷ്യജന്മം എടുത്തു. അപ്പം ഈ മനുഷ്യജന്മം എടുക്കുന്നതിന് ഓരോ ഉദ്ദേശം, ഓരോരുത്തർക്ക് ലൈഫിൽ പേർപ്പസ് ഉണ്ടാവും. അപ്പം ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മുടെ കൂടെ ഒപ്പം ഏഞ്ചൽസ് ഉണ്ടാവും. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു എൻറ്റിറ്റീസ് അല്ലെങ്കിൽ എന്ന് പറയാം അല്ലേ ഏഞ്ചൽസിനെ. അപ്പം താങ്കൾ ഇതിലേക്ക് കടന്നു വരാൻ ഹയർ ബീങ്സ് ആണ്, സൂപ്പർ നാച്ചുറൽ ബീങ്സ് ആണ്. നെഗറ്റീവ് അല്ല, എൻറ്റിറ്റീസ് അവർ വേറെ ഇതിലല്ലാണ്. ഇവർ സൂപ്പർ നാച്ചുറൽ ബീങ്സ് ആണ്. അത് ദൈവത്തിന്റെ എന്നല്ല, സൂപ്പർ നാച്ചുറൽ, നാച്ചുറൽ ആയിട്ടുള്ള ഹയർ പവർ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ഈ ഏഞ്ചൽസിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ കാണുന്ന ഏഞ്ചൽസ്, അതായത് ഡിവൈൻ ആയിട്ടുള്ള ഏഞ്ചൽസും ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ കഥകളെല്ലാം ഉണ്ട്. അപ്പം അത് ഒരു ഭയക്കുന്നല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഫോളൻ ഏഞ്ചൽസ് ഇന്ന് കാണുന്നത് അധികത്തിൻ്റെ രൂപം തല സിംഹമായിരിക്കും, ശരീരം മനുഷ്യൻ്റെ ആയിരിക്കും. ചിലത് മനുഷ്യൻ്റെ തലയായിരിക്കും, ശരീരം സിംഹത്തിൻ്റെ, അങ്ങനെ എന്തെങ്കിലും രൂപമായിരിക്കും. ഡിഫറെൻറ്റ്, അതായത് ഹാഫ് മാൻ ഹാഫ് ആനിമൽ അങ്ങനെയുണ്ട് ഈ ഫോളൻ ഏഞ്ചൽസിനെല്ലാം. ഇത് ശരിക്ക് മെസപ്പൊട്ടാമിയൻസ് ആരാധിച്ചിരുന്ന ഡയറ്റീസാണ്. ഒരു 3000 BC, അതായത് ബിഫോർ ക്രിസ്തു 3000 ഇയേഴ്സ്, 1000 ഇയേഴ്സിൻ്റെ മുകളിൽ ആ ഒരു ഗ്യാപ്പിൽ മെസപ്പൊട്ടാമിയൻസ് ആണ് ആദ്യമായിട്ട് ഈ ഏഞ്ചൽസ്, ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏഞ്ചൽസ് രണ്ടും ഒരുമിച്ച് തന്നെയാണ് അവർ പ്രെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലില്ലാന്ന് എന്താന്ന് പറയുന്നത് പറഞ്ഞാൽ ബീയിങ്സ് വിത്ത് ഹെവി വിങ്സ്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി വിങ്സിൽ ഒരു ഇതായിട്ടാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന മെസപ്പൊട്ടാമിയൻസിൽ വരുന്ന ഏഞ്ചൽസിന്, അതായത് ഡൈറ്റീസിനെയാണ് ഫോളൻ ഏഞ്ചൽന്ന് ഇപ്പം ആരാധിക്കുന്നത്. പിന്നീട് വന്ന ആൾക്കാർ അതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കി, പല ഭാഗത്തും അങ്ങനെ ആരാധിക്കുന്ന തെറ്റാണെന്നുള്ള രീതിയിൽ വന്നുകൊണ്ടാണ് ഫോളൻ ഏഞ്ചൽസ് വേറെ വിഭാഗത്തിലായി പോയത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതേപോലത്തെ ഡൈറ്റീസാണ് നമ്മളിവിടെ ആരാധിക്കുന്നു. ഇപ്പം നരസിംഹമൂർത്തി, അങ്ങനെ ഓരോ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാം ഹാഫ് ഇതായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഈ ഫോളൻ ഏഞ്ചൽസ് എല്ലാം നോക്കി അങ്ങനെ ആയിരിക്കും, എല്ലാം ഹാഫ് ആനിമൽ ആയിരിക്കും, ഹാഫ് മനുഷ്യനായിരിക്കും. അപ്പോൾ ഇവിടെ ആരും അത് ചേഞ്ച് ചെയ്യാൻ റെഡിയായില്ല. നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും ആ വിശ്വാസത്തിൽ അത് നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ തന്നെയാണ്, ഡൈറ്റീസ് തന്നെയാണെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ഫോളനായിട്ട് കരുതുന്നില്ല. പക്ഷെ അതിനെ ഒരു എന്താ പറയുക, അതിനെ അവർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫോളൻ ഏഞ്ചലിനെ ആരാധിക്കുന്നത് ദോഷമാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് അത് ആൾക്കാർ എല്ലാവരും അത് രീതി പഠിച്ചു വന്ന്, അപ്പോൾ അത് പിന്നെ ഇനി മാറാൻ പറ്റില്ല. അതേ ഇത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല ഇന്ത്യയിൽ പണ്ടേ അത് മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് ഇന്നും നമ്മൾ നരസിംഹമൂർത്തിനെല്ലാം ആരാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം പറയും അതും ഫോളൻ ഏഞ്ചലിൻ്റെ വിഭാഗത്തിൽ പെട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശരിക്ക് ഹീലിങ്ങിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏഞ്ചൽ ആയിക്കോട്ടെ, ഫോളൻ ഏഞ്ചൽ ആയിക്കോട്ടെ, എന്തോ എൻറ്റിറ്റീസ് ആയിക്കോട്ടെ, ജിൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ഉപയോഗിച്ച് ഈ പറഞ്ഞ സംശയം തോന്നാം. നമ്മൾ എന്തുകൊണ്ട് എന്തായാലും ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അല്ലെ, ആരാധനാമൂർത്തികളുണ്ട് അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഏഞ്ചൽസിനെ ആരാധിക്കേണ്ടത്, അല്ലെ ഏഞ്ചൽസിനെ എന്തിനാണ് നമ്മൾ ഈ ഹീലിങ്ങിനായിട്ട് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏഞ്ചൽ നമ്മളൊരു റിയലം ഉണ്ട്. ഇപ്പം ഇത് ഭൂമി, അതിൻ്റെ മുകളിൽ ഒരു റിയലം, അതിൻ്റെ മുകളിൽ അങ്ങനെ
അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു റിലമിൽ നിൽക്കുന്നതാണ് ഏഞ്ചൽസ് അസെൻഡൻറ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാർ ഇവിടെ നിന്ന് സിദ്ധി സായിബാബ അങ്ങനെയില്ല, അവർ എല്ലാം നിൽക്കുന്ന ഈ ഏഞ്ചൽസിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ അവരെന്തിനാണ്? സർവീസിനാണ്, ഈ ഹ്യൂമാനിറ്റീസിൻ്റെ സർവീസിനാണ് അവരെ അസൈൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അവരെ വിളിച്ച് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളിലേക്ക് എത്തുക ഇവരാണ്. അപ്പം നമ്മൾ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളെ ആവശ്യം കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ വർക്കാവും ശരിയായ രീതിയിൽ പോസിറ്റീവായില്ല. ഇപ്പം ഇപ്പം എനർജി എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ദോഷമാവോ അങ്ങനെയൊന്നുമില്ല. നമ്മളെന്താണോ ഇൻറ്റൻഷൻ കൊടുക്കുന്നത് പ്രെയർ ചെയ്യുന്നത്, അപ്പം പ്രെയർ ചെയ്യുമ്പോൾ നമ്മളൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ മൈൻഡിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും, ബ്രെയിൻ വേവ്സ്. അതാണ് ഈ എനർജി ക്യാച്ച് ചെയ്യുന്നത്, അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സംസാരിക്കുന്നൊന്നും അതിനത്ര വലിയ എഫക്റ്റ് ആവില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇമോഷൻസ് കൊണ്ടുവരിക, ഏത് ഇമോഷനാണോ നമുക്ക് വേണ്ടത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആ എനർജി വർക്ക് ചെയ്യും. അപ്പോൾ ഫോളൻ ഏഞ്ചൽ ആയാലും ഏത് ഏഞ്ചലായാലും ജിന്നായാലും എന്തായാലും നമ്മൾ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് എന്തിനാണ് ഹീലിങ്? ഒരാൾക്ക് നല്ല എൻഡ് ഓഫ് ദ ഡേ നല്ലതായിരിക്കണം, അതായത് അയാൾക്ക് ഫീൽ ഗുഡ് വരണം. അയാൾ മേ ബി അവരെ ഫാമിലീനെ ജോയിൻ ചെയ്യിക്കാനായിരിക്കും, അല്ലെങ്കിൽ അസുഖം മാറ്റാനായിരിക്കും, റിലേഷൻഷിപ്പ് ഹീലിംഗ് അല്ലെങ്കിൽ മണി ഹീലിംഗ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എന്താണ് അത് മറ്റൊരാൾക്ക് ഗുണം വരുന്ന കാര്യമാണ്. നിങ്ങൾ ഏത് എനർജി ഉപയോഗിച്ചോ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ കർമ്മയാണ് അതിൻ്റെ റിസൾട്ട്. അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഏത് എനർജി ഉപയോഗിക്കും. ഈ ഏഞ്ചൽ ഹീലിങ്ങിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് അതായത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാറ്റം അനുഭവിച്ചറിയാൻ പറ്റുമോ? മാറ്റം ഏത് ഹീലിംഗ് മൊഡാലിറ്റി ഉപയോഗിച്ചാലും മാറ്റം അനുഭവിച്ചറിയാൻ പറ്റും. അല്ല, ചിലത് പറയും 90 ദിവസം വേണം, ഡിപ്പെൻസ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എങ്ങനെയാണ് എല്ലാവർക്കും ഈ ഭൂമിയിൽ എല്ലാവർക്കും പ്രോബ്ലംസ് വരുന്നത് എങ്ങനെയാണ്? പ്രാണോർജത്തിൻ്റെ കമ്മി, അതായത് കുറവ് വരുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് ആരംഭിക്കുക. ഈ പ്രാണോർജം എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്? ശ്വാസത്തിലൂടെ. അപ്പോൾ നമ്മൾ ഈ ശ്വാസത്തിലൂടെ പ്രാണോർജം വലിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലില്ല ബ്ലോക്കേജസ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഉള്ളിൽ പ്രോബ്ലം വരിക. ഈ പ്രാണം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രാണന് 5ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ, പഞ്ചപ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചപ്രാണനിൽ മെയിൻ പ്രാണ എന്ന് പറയുന്നത് ഹേർട്ട് ചക്രയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹേർട്ട് ചക്രയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു ഹീലർ നമ്മുടെ ഹേർട്ട് ചക്രയിൽ സ്റ്റോർ ചെയ്ത പ്രാണോർജാണ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം നമ്മളിലേക്ക് ഇതാണ് ഒഴുകി വരിക, നമ്മളത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മളിൽ നിന്ന് സാധനം ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മുടെ കൈകളിലൂടെയും എല്ലാം ട്രാൻസ്ഫർ ആകുന്നുണ്ട്. നമ്മളിൽ ഇതിൻ്റെ ഒരു കുറവ് വരും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ ഹീലർമാർ കുറച്ച് കാലം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, അവർക്ക് അസുഖങ്ങൾ വരുന്നു. എന്നിരുന്നാൽ എനിക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രാക്ടീസ് കുറയുമ്പോഴാണ് ഇത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോൾ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ ദിവസവും നമ്മളുടെ ഓറയിലേക്ക് വരുന്ന ആ ഒരു ഇതിനെ ടോക്സിക്കിനെ റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്? കാർമിക് എപ്പോഴും അതൊരു എനർജി ഫോമിലാണ്. അതൊരു എനർജി ഫോമായിട്ട് നമ്മുടെ ഓറയിൽ സ്റ്റക്കായി കിടക്കും. അപ്പം നമ്മുടെ ഓറ അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഒരു ട്രാൻസ്ഫറിങ് അവിടെ നടക്കും. ഈ അവരെ ഓറയിൽ നിന്ന് നമ്മുടെ ഓറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് ആ നമ്മുടെ ഓറയിൽ അത് ക്ലീൻ ചെയ്തില്ല എങ്കിൽ ഇത് സ്ലോലി ഫിസിക്കൽ ബോഡിയിലേക്ക് എൻ്റർ ആവും. നമുക്ക് ഈ ഓറയിലേക്ക് ആവാതിരിക്കാൻ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുക? അതാ പറഞ്ഞ് പ്രൊട്ടക്ഷൻ ഇട്ടാലും ചിലത് നമ്മളിപ്പം വിചാരിക്കുക എല്ലാ സമയം നമ്മളെ മൈൻഡ് എത്ര ഹയർ ലെവലിലാണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഹൈയിലാണ്. നമ്മളെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ എനർജി ലോവോ, ഹീലർ എല്ലാ സമയം നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, പലതരത്തിലുള്ള വീട്ടിലെ പ്രോബ്ലം ഉണ്ടാവുക, മണി പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഹീലറും എല്ലാ സമയത്തും ഒരേ മൈൻഡ് സെറ്റിലായിരിക്കണം എന്നില്ല. അപ്പം നമ്മളെ മൈൻഡിൽ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പ്രൊട്ടക്ഷൻ ഹൈ ആയിരിക്കില്ല. നമ്മൾ ഇട്ടാൽ എല്ലാ സമയം ഒരേപോലെ പ്രൊട്ടക്ഷൻ ആവണമെന്നില്ലല്ലോ. അപ്പോൾ കുറയുന്ന സമയത്താണ് നമ്മൾ ഇട്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, ഇത് നമ്മളിലേക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ എന്നും പ്രൊട്ടക്ഷൻ ഇട്ടുമൊക്കെ നമുക്ക് ഒരു സ്ഥിരമായിട്ടൊരു ക്ലെൻസിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ വീഴുന്നതുകൊണ്ട് പറയില്ലേ അടി കിട്ടി പദം വരിക, അതന്നെ അത് അങ്ങനെ സംഭവിക്കാം അല്ലേ? അതെ. നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഇത് ഒരു ഹീലർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു സ്പോർട്സ്മാനെ കാണുന്നില്ലേ, എന്താ ഒരു മിലിറ്ററി, എത്ര ഏജ് ആയാലും അവർ എപ്പോൾ രാവിലത്തെ ഒരു ദിനചര്യയുണ്ട്, ഓട്ടം ചാട്ടം എല്ലാം. അപ്പോൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അതേപോലെ ഹീലർ എല്ലാ ദിവസവും ഇത് ചെയ്തേ പറ്റൂ. ഡീടോക്സിഫിക്കേഷൻ, മെഡിറ്റേഷൻ, ചക്ര ക്ലെൻസിങ്, ഇതൊരു 1-2 മണിക്കൂർ ഒരു ഹീലർ ഒരു ദിവസം നമുക്ക് വേണ്ടി ചിലവാക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു 5-6 മാസമേ ചെയ്യാൻ പറ്റൂ, നമ്മൾ ഇതാവും. പക്ഷേ നമ്മൾ ഇപ്പം ഏഞ്ചൽ ഹീലിംഗ് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്, സ്വതവേ ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എഫക്റ്റ് അവർക്ക് കിട്ടുമോ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും? നമ്മൾ അല്ല, ഇതിലിപ്പോൾ ആദ്യം പഠിക്കും. ഇന്ന് ഞാൻ കണ്ട കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വരുത്തുന്നുണ്ട്, ഈ റേക്കി എല്ലാം പഠിച്ചിട്ടില്ലെന്ന്. 2nd ഡിഗ്രി പഠിച്ചിട്ടായ ആൾക്കാർ പോലും ഓറ എങ്ങനെ ലോക്ക് ചെയ്യണം, ഓറ എങ്ങനെ ഓപ്പൺ ചെയ്യണം, അതെങ്ങനെ ക്ലെൻസ് ചെയ്യാമെന്ന് അറിയില്ല ആൾക്കാർക്ക്. ഈവൻ സ്കാൻ ചെയ്യാൻ കൈകൊണ്ട് സ്കാൻ ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട് 2nd ഡിഗ്രിയിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹീലറായിട്ട് മുന്നോട്ട് പോകാനാവില്ല. കാരണം നമ്മൾ കൈകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കണം ഇയാളെ എനർജി എത്ര ഇതുണ്ട്, ഹാർഡാണോ ഹെവി ആണോ എന്താണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓറ ലോക്ക് ചെയ്യാൻ പഠിക്കണം. ഇപ്പം ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ചിലതൊന്നും അവർക്ക് അറിയില്ല എങ്ങനെ ഓറ ലോക്ക് ചെയ്യേണ്ടതെന്ന്. ഓറ ലോക്ക് ചെയ്യാണ്ട് നമ്മൾ ഇതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് മൊഡാലിറ്റി പഠിച്ചാൽ നമ്മളൊരു വാള് കൊടുത്തിട്ട് യുദ്ധം ചെയ്തോന്ന് പറയുന്ന പോലെയാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം നമ്മളങ്ങ് യുദ്ധം ചെയ്യൂ, അടി കിട്ടിയാൽ കിട്ടി. അപ്പോൾ ആ രീതിയിലാണ് പലരും ഇപ്പോൾ ഹീൽ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് പഠിക്കണം. ഹീൽ ചെയ്തിപ്പോൾ നിങ്ങൾ ഏതൊരാൾ റേക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് മൊഡാലിറ്റി പഠിച്ചോ, നാളെ മുതൽ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാനും നിങ്ങളും എല്ലാവരും ഒരേ സൃഷ്ടിയാണ്, എല്ലാവർക്കും ഒരേ കഴിവുണ്ട്, ഒരേ പവറുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം വരുന്നത്? കർമ്മം ഉണ്ടാകും. അപ്പം ഈ കാർമിക് നിങ്ങൾക്കും എനിക്കും ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ച് ബ്ലോക്കേജ് ഉണ്ടാകുക. അപ്പം എല്ലാവർക്കും മണി അലൗഡാണ്. യൂണിവേഴ്സ് നിങ്ങൾക്കും എനിക്കും എല്ലാം മണി ഒരേപോലെ തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ഇമോഷൻസ് ബ്ലോക്കേജസ് കൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ല എന്നേ. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഈ ഓറയിലാണ് ഈ ബ്ലോക്കേജസ് വരിക. എല്ലാ ദിവസവും ഓറ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം വരാൻ തുടങ്ങും, ചക്രകളിൽ മാറ്റം വരും, നമുക്ക് ആ ബ്ലോക്കേജസ് മാറാൻ തുടങ്ങും. അപ്പോൾ ഈ ഓറ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ്. സാധാരണ ഒരു വീട്ടിലെ കാര്യം തന്നെ ഈ അഗർബത്തി ഉണ്ടല്ലോ, അഗർബത്തി എടുത്തിട്ട് ബ്രഷ് ചെയ്താൽ മതി. നമ്മൾ ഓറയിൽ ഇങ്ങനെ കൈകളിലും കാലുകളിലും ചുറ്റുമല്ല ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന പോലെ, ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പോലെ, സ്ക്രാപ്പ് ചെയ്യുക ഇങ്ങനെ. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറയിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരു ഫസ്റ്റായിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരാൾ ഫസ്റ്റ് ഒരു 2-3 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്, ജലദോഷം വരാൻ ചാൻസ്. കാരണം എന്താ, ഈ ഓറയിൽ നിന്ന് ക്ലെൻസ് ആവുന്നത്. പക്ഷെ സ്ഥിരമായി ചെയ്യുന്ന ആൾക്ക് പിന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം അത് ഓൾറെഡി ക്ലീൻ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ശ്രദ്ധിച്ചാൽ മതി, അടുത്ത ദിവസം പനി വരും. ഇന്നലെ ഞാൻ ഒരു ആൾക്ക് ഇതുപോലെ ഓറേൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ അഗർബത്തി ചെയ്തപ്പം രാത്രി ആയാലും പനി കൂടി, ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന്. അപ്പം എന്നോട് ഞാനിത് ചെയ്തുകൊണ്ടാണ്. കാരണം ഓറയിൽ കാരണം അവരൊരു വീഡിയോ അയച്ചപ്പോൾ അവർ ആ ഓറയിൽ ആ ഒരു ബ്ലോക്കേജസ് കാണാണ്ടായിരുന്നു. അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് ചെയ്തപ്പം പനി വന്നു രാത്രി. അതെന്താ വെച്ചാൽ ഉള്ളിൽ പുറത്തേക്ക് വരുന്നതാണ്. അതേപോലെ നമുക്ക് അല്ലെങ്കിൽ കല്ല് ഉപ്പുണ്ടല്ലോ, അത് ബക്കറ്റിലിട്ടിട്ട് കുളിച്ചാൽ മതി. തലയിൽ ആക്കുമ്പോൾ വെച്ചാൽ ശ്രദ്ധിക്കാം, മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്, ഉപ്പല്ലേ. അതുകൊണ്ട് തലയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാം. ഇത് ഏറ്റവും ബെസ്റ്റാണ് ഓറ ക്ലെൻസിങ്. പിന്നെ മെഡിറ്റേഷൻ, റേക്കി, ഇതിലെല്ലാം പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നീടില്ല, കുറച്ച് ഹയർ ആയിട്ട്. സാധാരണ ഒരാൾക്ക് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ജസ്റ്റ് ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം വരുന്ന പ്രോബ്ലംസ് എല്ലാം മാറും. ഈ റേക്കി ഹീലിംഗ് ചെയ്യുന്ന സമയത്തും ഏഞ്ചൽസിനെ വിളിക്കാറുണ്ടോ, ഇവോക്ക് ചെയ്യാറുണ്ടോ? ഭൂമിയിൽ എല്ലാ എനർജിക്കും ഓരോ ഏഞ്ചലിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റേക്കിക്കായാലും റേക്കി ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അവരാണ് എനർജി കൊണ്ടുവരുന്നത്. ഗാർഡിയൻസ് ഇപ്പം വയലറ്റ് ഫ്ലെയിം ആയിക്കോട്ടെ, ഗാർഡിയൻ ഏഞ്ചൽസ് അല്ല, ഗാർഡിയൻ ഏഞ്ചൽസ് നമുക്ക് വേണ്ടിയിട്ടില്ല. വയലറ്റ് ഫ്ലെയിം ആയിക്കോട്ടെ, വയലറ്റ് ഫ്ലെയിം വെച്ചാൽ ഭൂമിയിൽ ഇല്ലയിൽ വെച്ചിട്ട് ശക്തമായ ഒരു എനർജിയാണ്, ഹീലിംഗ് എനർജി. അത് കൊണ്ടുവരുന്നത് ആർക്കേഞ്ചൽ സെഡക്കിയലാണ്. അപ്പോൾ ആ ഏഞ്ചലാണ് അതിൻ്റെ കൺട്രോൾ എല്ലാം ഇല്ല. അപ്പോൾ ഓരോ എനർജിക്ക് ഓരോ, ഇപ്പോൾ പ്ലാറ്റിനം റേ ആണെങ്കിൽ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ്. അപ്പോൾ ആ ഏഞ്ചലാണ് ആ റേ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഏഞ്ചലുമായിട്ട് നമ്മളൊരു കണക്ട് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഏത് ഏഞ്ചലിനോടാണ് സ്നേഹം തോന്നുന്നത്, എപ്പോഴാണ് കണക്റ്റ് ആകുന്നത്. അപ്പോൾ ആ ഏഞ്ചലിനെ ആ ഏഞ്ചൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു റേ ആയിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഹീലിംഗ് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ പഠിക്കുക വേണ്ടത്, നമുക്ക് എന്താണ് കഴിവില്ലത്. ഇപ്പം നമുക്ക് ചിലപ്പം ചില ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഹെൽപ്പ് ചോദിക്കുക ആരോട്? ആകാശ റെക്കോർഡ് അല്ലെങ്കിൽ PLR. അങ്ങനത്തെ PLR ഹയർ വേർഷൻ, അത് വേണ്ട, ആകാശ റെക്കോർഡ് ചെയ്താൽ മതി. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയാണ് പഠിച്ചത്. അത് ഇതിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളതിൽ മാസ്റ്ററാവും. കാരണം അതിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കും. ഇന്ന് നമ്മൾ ചില കാർമിക് ഇഷ്യൂസ് കൊണ്ട് അത് ബ്ലോക്കേജ് ആയിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക, ഹെൽപ്പ് ചോദിച്ച് നമ്മളത് ഉപയോഗിച്ചാൽ മതി, നമ്മളതിൽ മാസ്റ്ററാവും.
അങ്ങനെയാണ് അതൊരു ആകാശ റെക്കോർഡിനെ കൊണ്ട് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുക. താങ്കളിപ്പം ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഏഞ്ചൽസിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, പേരുകൾ, അവരുടെ പ്രത്യേകതകൾ. അപ്പം ഏതൊക്കെ മേഖലയ്ക്ക് ഏതൊക്കെ ഏഞ്ചൽസിനെ നമുക്ക് ഇവോക്ക് ചെയ്യാം എന്നൊക്കെ താങ്കൾക്കറിയാം. അപ്പം നമ്മളിപ്പോൾ ആരോഗ്യത്തിനാണെങ്കിൽ ആരെ വിളിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ മണി മാറ്റർ ആണെങ്കിൽ ആരെ വിളിച്ചാൽ നന്നായിരിക്കും, അതല്ലെങ്കിൽ ജോലി ലഭിക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണത് പോകുന്നത് പറഞ്ഞുതരാം. അത് ഇപ്പോൾ നമ്മൾ മണി, അബണ്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അതിനുള്ളൊരു ഏഞ്ചലാണ് റാപ്പുൻസല. RAPUNZEL. പണ്ടത്തെ സ്റ്റോറീസിൽ വായിച്ച റപ്പുൻസൽ മുടിയൊക്കെ നീണ്ട് വളർത്തിയ ഒരു ചിത്രം എൻ്റെ മനസ്സിലില്ല. ഓക്കെ, റാപ്പുൻസല എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ ഉണ്ട്. ഹൈലി പവർഫുൾ ആണ്. അധികം ആൾക്കും ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ടാണ്. പക്ഷേ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 3 പ്രാവശ്യം പേര് വിളിക്കുക. റാപ്പുൻസല, മണി റിലേറ്റഡ് ഇഷ്യൂസ്, അബണ്ടൻസ്. ശരിക്കും നമ്മൾ മണിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അബണ്ടൻസിനെ പ്രാർത്ഥിക്കുന്നത്. മണി അബണ്ടൻസിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മി എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലക്ഷ്മി മാത്രമാണ് ധനലക്ഷ്മി, ബാക്കി പിന്നെയല്ല. അപ്പോൾ അതൊരു അബണ്ടൻസ് പാക്കേജാണ്. അപ്പോൾ നമ്മൾ മണിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് മണി വരും പോകും. പക്ഷെ നമ്മൾ അബണ്ടൻസിലേക്ക് കേന്ദ്രീകരിച്ചാൽ ഈ മണി നമ്മൾ നിലനിൽക്കും. നമുക്കിപ്പം ഒരുപാട് കോടീശ്വരനായിട്ട് കാര്യമില്ലല്ലോ. ഹെൽത്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ടോ? ഉപകാരപ്പെടില്ല. അപ്പം നമുക്കെന്താ വേണ്ടത്? ഈ മണീനെ കൊണ്ട് നമ്മൾ ജീവിക്കാൻ പറ്റണം, നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി. അപ്പം നമുക്ക് ഫാമിലി വേണം, മണി വേണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അബണ്ടൻസിനെ കാണേണ്ടത്. അല്ലാണ്ട് മണി മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അത് വരും, മണി മാത്രം പ്രെയർ ചെയ്താൽ അത് വരും. പക്ഷേ എന്താ, ഈ മണിക്ക് പോകാനുള്ളൊരു കാരണം കൂടി അതിൻ്റെ കൂടെ വരും. അപ്പം നമ്മൾ ഇന്ന് ഒരു സാലറി വന്ന് അധികം ഉണ്ടാകുന്ന, ഞാൻ മുന്നേ എല്ലാം ഫസ്റ്റ് ഇതെല്ലാം പ്രാക്ടീസിന് മുന്നേ സാലറി വരും, 5 ദിവസം 10 ദിവസം ആകുമ്പോഴത്തേക്ക് ആ സാലറി കഴിയും. പിന്നെ അടുത്ത ഇത് മേടിച്ചിട്ട് അങ്ങനെയാണ് ജീവിക്കുക. അപ്പോൾ അടുത്ത സാലറി വരുമ്പോൾ കടം കൊടുക്കാനേ ഉണ്ടാകും. അപ്പം അങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഇത് ബാലൻസ്ഡ് ആവണം. അതായത് ആവശ്യമില്ലാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ പണം ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കണം. അതായത് നമ്മൾ എടുത്ത് സേവ് ആയിട്ട് അവിടെ കിടക്കണം, വെറുതെ കിടക്കണം. അതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇത്. അപ്പോൾ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് 2.5 ലക്ഷം 3 ലക്ഷം സാലറി മേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഹീലേഴ്സ് ഉണ്ട്, ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് വരുന്നുണ്ട്, എല്ലാ കാര്യം നടക്കും. പക്ഷേ ഈ ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്ക് തീർന്നു, പിന്നെ അടുത്ത ഇവിടെ പോയെന്നൂല. അങ്ങനെയുള്ള ഇഷ്യൂസ് അധികം വരുന്നത് ഈ നമ്മളെ ഈ അബണ്ടൻസിൻ്റെ കുറവാണത്. മണി വരുന്നത് പക്ഷേ അബണ്ടൻസിൻ്റെ കുറവാണ്. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഈ അബണ്ടൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഇത് നോക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഏഞ്ചലിനെ ഇവോക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് പറയുക? നമ്മൾ ഏഞ്ചൽ റാപ്പുൻസലിനെ ഇൻവോക്ക് ചെയ്യുക. ഇൻവോക്ക് എന്ന് പറഞ്ഞാൽ ഇൻവോക്കും ഇവോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻവോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലും ഓറയിലേക്കും അവരെ വിളിക്കുക. ഇവോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറയുടെ പുറത്തേക്ക് അവരെ വിടുക. ഈ ഹയർ ബീയിങ്സിനെ അധികം നമ്മൾ ഇവോക്ക് ചെയ്യുക, കാരണം ഓറയുടെ പുറത്ത്, കാരണം അത് ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ചില സമയം വേറൊരു വ്യക്തിയെ മാറും. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ബോഡിക്ക്, മനുഷ്യൻ്റെ ബോഡിക്ക് ഇതുണ്ട്, എന്താ പറയുക, താങ്ങാനുള്ളൊരു ശേഷി അത്രയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാണുന്നില്ല, പണ്ടത്തെ എല്ലാ സന്യാസിമാരും പല പല രോഗങ്ങളാണ്, അസുഖങ്ങളാണ്. എത്ര കഴിവില്ല ആൾക്കാരുണ്ട്, വലിയ വലിയ രോഗങ്ങൾ. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും ഇത് ബോഡിയിലേക്ക് എടുത്തിട്ട് ബോഡിക്ക് അതിനുള്ളൊരു പവർ ഉണ്ടാവില്ല, താങ്ങാനുള്ളൊരു ശേഷിയില്ലല്ലോ. അതുകൊണ്ടാണ് എപ്പോൾ നമ്മൾ ഓറയുടെ പുറത്താണ് ഈ ഏഞ്ചൽസിനെല്ലാം നമ്മൾ നിൽക്കുക. അപ്പോൾ ഇവോക്ക് ചെയ്യുക. അപ്പോൾ 3 പ്രാവശ്യം വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എനർജി ആക്ടിവേറ്റ് ആവും. നമ്മൾ ജസ്റ്റ് കണ്ണടച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്യും. അത് എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല, കാരണം ഇത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഇതുപോലത്തെ ചെയ്ത ആൾക്കാർ ഫീൽ ചെയ്യും. എല്ലാത്ത ആൾക്കാർ ഫീൽ ചെയ്യാത്തതുകൊണ്ട് വിചാരിക്കാറ് അത് വന്നിട്ടില്ല. അത് വരും, എല്ലാവരുടെ അടുത്തും വരും. പിന്നെന്താ നമ്മൾ പറയാം, നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാം. ഇപ്പം അബണ്ടൻസിനാണെങ്കിൽ അബണ്ടൻസ്, എനിക്ക് ഇന്നേ കാര്യം അബണ്ടൻസ്, എല്ലാ വശത്തുനിന്നും അബണ്ടൻസ് ഒഴുകി വരട്ടെ. അല്ലെങ്കിൽ മണീൻ്റെ എന്തോ ആയിക്കോട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അതിന് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം, പക്ഷെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അബണ്ടൻസ് എന്ന് ഉദ്ദേശിച്ചിട്ട് അത് അത്യാഗ്രഹമായി മാറാൻ പാടില്ല. അതെ അതെ, നമ്മൾ മനുഷ്യ സഹജമായ എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുമ്പോൾ, ആ രീതിയിലേക്ക് ഒരു അത്യാഗ്രഹത്തിന്റെ രീതിയിലേക്ക് പോകാതെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതെ, ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യാം. നമ്മൾ ഇപ്പം പെട്ടെന്നില്ലേതാണെങ്കിൽ നമ്മൾ അബണ്ടൻസ് ചോദിക്കുക, നമ്മൾ പറയുക, പ്രെയർ ചെയ്യുക, എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര ഇത് ആവശ്യമുണ്ട്, ഓക്കെ, അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവർക്കൊരു ഓഫറിങ്സ് കൊടുക്കണം. എപ്പോഴും എനർജി ആയിട്ട് കണക്ഷൻ, ഗ്രാറ്റുവിറ്റി. ഇപ്പം നമ്മൾ അമ്പലങ്ങൾ കാണില്ല, നമ്മളൊരു ഓഫറിങ് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുന്നു, നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഒരു എനർജി എക്സ്ചേഞ്ച്.
അപ്പോൾ ഇവർക്കും അതുപോലെ നമ്മൾ എന്താ ചെയ്യുക, ഷുഗർ ക്യാൻഡി കൊടുത്താൽ മതി, അത്രേ വേണ്ടു. വേറെ ഒന്നും നിങ്ങൾ വലിയ ഇതൊന്നും സമർപ്പിച്ച് ഷുഗർ ക്യാൻഡി മാംഗോ ബൈറ്റ് ഉണ്ടാവല്ലോ ഇപ്പം നമ്മൾ അതെല്ലാം ഷുഗർ ക്യാൻഡി അതൊരു 2-3 എടുത്തിട്ട് അതുകൊണ്ട് നമ്മളെ ഇപ്പം ആൾക്കാർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ സ്ഥലം ഉണ്ടാവുമല്ലോ നമ്മൾ പ്രെയർ ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് പറയാം ഇപ്പോഴല്ല നിങ്ങളെ കാര്യം നടന്നാൽ ഇപ്പം നിങ്ങളൊരു എനിക്ക് നാളെ ഒരു 10,000 rupees വേണം അർജൻറ്റായിട്ട്, ഇപ്പോൾ പ്രെയർ ചെയ്ത്, പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജെനുവിൻ ആയിരിക്കണം നിങ്ങളെ കാര്യങ്ങൾ, പ്രെയർ ചെയ്ത് അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് അല്ല സോറി ഷുഗർ ക്യാൻഡി, ചോക്ലേറ്റ് വെക്കാൻ പാടില്ല, ഷുഗർ ക്യാൻഡി അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഷുഗർ ക്യാൻഡി എന്ത് വേണം, കുട്ടികൾക്ക് കൊടുക്കണം. അവരാകുമ്പോൾ അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കല്ല. അപ്പോൾ അത് ഈ ഏഞ്ചൽസിന് ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിലൊരു നല്ല കാര്യം ഉണ്ടാവണം. ഈ കൽക്കണ്ടം ഷുഗർ ക്യാൻഡി അത് അവിടെ വെച്ച് കൊടുത്താൽ മതി. അത് വെച്ചിട്ട് കഴിഞ്ഞ് അതിനുശേഷം അതെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, ചെറിയ കുട്ടികൾക്ക്. അവരാകുമ്പോൾ സന്തോഷത്തോടെ തിന്നുമല്ലോ, അതാണ് ഇവർക്ക് വേണ്ടത്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, ചിലപ്പോൾ മറന്നോ, മനുഷ്യൻ്റെ കാര്യമാണ്, ആവശ്യം കഴിഞ്ഞാൽ മറക്കുന്നതാണ് മെയിൻ പരിപാടി. അപ്പോൾ നിങ്ങളിത് എഴുതി വെക്കുക, ഞാൻ ഇന്ന കാര്യത്തിന് ഇന്ന ഏഞ്ചലിനെ വിളിച്ചിട്ട്, ഇപ്പോൾ റാപ്പൻസല എന്ന് പറഞ്ഞ ഏഞ്ചലിനെ വിളിച്ചിട്ട് ഇന്ന ചെയ്തിട്ടുണ്ട്, അത് ആ സമയമാകുമ്പോൾ കൊടുക്കുക. ഈ ഏഞ്ചൽസിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മെയിൽ ഫീമെയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ ഫീമെയിൽ എന്നല്ല, എനർജി ഫെമിനൈൻ എനർജി ഉണ്ട്, മെസ്കുലിൻ എനർജി ഉണ്ട്, അത് മിക്സും ഉണ്ട്. ഈ റപ്പൻസല എന്നെല്ലാം പറയുമ്പോൾ ഒരു ഫെമിനൈൻ എനർജി ടൈപ്പിലാണ് വരിക. ഇപ്പോൾ ആർക്കഞ്ചി മിഗായൽ മെയിൽ എനർജി, മെസ്കുലിൻ. റാഫേൽ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആയില്ല, മെയിൽ എനർജിയാണ് കൂടുതൽ, ഫെമിനൈൻ എനർജി ഉണ്ട്. ജോഫിയൽ എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയാണ്, അത് ലേഡീസിനെല്ലാം അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ എനർജി. പക്ഷേ എന്നിരുന്നാലും ആര് വിളിച്ചാലും അവർക്ക് അങ്ങനെ ഈഗോ ക്ലാഷ് ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചാലും അവർ വരും. അപ്പോൾ നിങ്ങൾ ഈ വിളിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആണെന്നുണ്ട്, നിങ്ങളെ ഹേർട്ട് ചക്ര എപ്പോഴും സമാധാനം, ആൾക്കാരായിട്ട് എന്താ പറയുക, സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം, ആർക്കും ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റൂല, പക്ഷെ നമുക്കെല്ലാ കാര്യം നടക്കണം, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അതിൽ ഏഞ്ചൽസ് അധികം വർക്ക് ചെയ്യൂല. നമ്മൾ എത്രത്തോളം ചില ആളെ ഞാൻ കാണുമ്പോൾ അവർ ചുറ്റിലും ഇങ്ങനെ ഏഞ്ചൽസിനെ കാണാൻ പറ്റും, 4-5 ഏഞ്ചൽസ് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ അന്ന് ശ്രദ്ധിക്കുമ്പോൾ ആൾ ഭയങ്കര നല്ലൊരു വ്യക്തിയായിരിക്കും. അപ്പം നല്ല വ്യക്തികളുടെ ചുറ്റും ഏഞ്ചൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവർക്ക് ഏഞ്ചൽസിനെ പറ്റി അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും ദാനധർമ്മങ്ങൾ, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തേടി വരും ഇവർ. കാരണം ഇങ്ങനെ ഒരാളുണ്ട്, കൂടുതൽ ഏഞ്ചൽസ്, അതാണ് ഏറ്റവും കൂടുതൽ ഏഞ്ചൽസ് നമ്മൾ ചുറ്റും വരുത്തിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തികൾ. ഇപ്പം ഞാനും അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുക, എൻ്റെ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ വിളിച്ചാൽ വരും. നമ്മൾ അതിലേക്കുള്ള ട്രൈ ചെയ്യലാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടോയെന്നില്ല, ഞാൻ നല്ല വ്യക്തിയാണെന്നില്ല ഉറപ്പൊന്നും എനിക്കില്ല, ഞാൻ ട്രൈ ചെയ്യുക അതിലേക്ക്, എല്ലാവരും അതിലേക്ക് പോകാൻ ട്രൈ ചെയ്യുക. അപ്പം നമ്മളത് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽസ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ റപ്പൻസല എന്ന് പറയുന്നത് ഇതിനില്ല. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ്, ഫാമിലി, ഇപ്പം അങ്ങനെ ചില ആൾക്കാർ സർവൈവ് ചെയ്യാന്നല്ലോ വീട്ടിലെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ വെഡ്നോസി, WEDNOSY, വെഡ്നോസി എന്ന് പറഞ്ഞാൽ വെനസ്ഡേ എന്നെല്ലാം പറഞ്ഞാൽ ആ ഒരു ഓർമ്മിച്ചാൽ മതി, വെഡ്നോസി. അപ്പോൾ വെഡ്നോസി എന്ന് പറഞ്ഞ ഏഞ്ചൽ നമ്മൾ ഇതിന് റിലേഷൻഷിപ്പ്, ലവ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ കോളിങ് 3 പ്രാവശ്യം, ഷുഗർ ക്യാൻഡി നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്താൽ മതി. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്താ പിന്നീടുള്ള കണക്ഷൻ കുറയും. നമ്മൾ കൊടുക്കാൻ മറന്ന കണക്ഷൻ കുറയും. ഇപ്പം നമ്മൾ ആസ്ട്രോളജി ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നോക്കും. അപ്പം നോക്കുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ദേവതേൻ്റെ ഒരു പ്രോബ്ലം കാണും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ അവിടെ എന്തെങ്കിലും നേർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടു. അപ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്ത്. അധികം ഏറ്റവും കൂടുതൽ കാണുക ഗുരുവായൂരാണ്. അതെന്തെങ്കിലും തരത്തിൽ നമ്മൾ മറന്നുപോയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. കുടുംബക്ഷേത്രമായിരിക്കും. കുടുംബക്ഷേത്രം ഇപ്പോൾ ആർക്കും ഓർമ്മയില്ല, എല്ലാവരും ഇപ്പോൾ തിരഞ്ഞു നടക്കുന്ന ഒരു സംഭവം അതാ, കുലദേവത അല്ലെങ്കിൽ തറവാട്ട് ദേവത. അപ്പോൾ ഇവർ ഇത് നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെയാണ്, എന്താണ് അവരതിലൊരു കണക്ഷൻ കുറയും. അപ്പോൾ അതുപോലെ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കണക്ഷൻ കുറയും. അടുത്ത പ്രാവശ്യം നിങ്ങൾ വിളിക്കുമ്പോൾ ഈ ഒരു ഇത് കിട്ടൂല. അപ്പം നമ്മളെപ്പോൾ ഒരു കണക്ഷൻ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണോ, ഗിവ് ആൻഡ് ടേക്ക്, എനർജി കൊടുക്കുക, എനർജി വാങ്ങുക. പ്രേയേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഞാനീ പറഞ്ഞില്ലേ, നിങ്ങൾ മനസ്സും ഹാർട്ട് ചക്രയും നന്നാക്കി വെച്ചാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നിങ്ങളെ ഇവർ ഹെൽപ്പ് ചെയ്തോളൂ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, 100% ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ആദ്യം ഇത് മാത്രം ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നീടാണ് ഇത് കൂടുതൽ പഠിച്ചത്. അപ്പം ഞാൻ ആദ്യം കേരളത്തിൽ നിന്നാണ് ഒരു മേഡത്തിൻ്റെ അടുക്കാന്ന് പഠിച്ചത്, ചെറിയ രീതിയിലാണ്. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് തോന്നിയത് ഇതിൽ കൂടുതൽ ഇത് ആക്റ്റീവ് ആകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ
പിന്നെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഇപ്പം പിന്നീടാണ് അറിഞ്ഞത് ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്, ഈ കാണുന്ന 16-17 ഏഞ്ചൽസ് അല്ലാന്നില്ല. അങ്ങനെ ചെയ്തു.